നിങ്ങൾ മൊബൈൽ ആപ്പ് വഴി മെയിൽ ചെയ്ത ഡേറ്റ എങ്ങനെ QGIS-ലേക്ക് എടുക്കുമെന്ന് നോക്കാം. ആദ്യം മെയിലിൽ പോയതിനു ശേഷം നിങ്ങളുടെ ഫയൽ, മെയിൽ ചെയ്ത ഫയൽ കണ്ടെത്തുക. അതിനുശേഷം അതിനെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ റാവയിൽ ഒരു ഫീൽഡ് ഡേറ്റ എന്നൊരു ഫോൾഡർ ആഡ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് വെള്ളായണി ഏതാണോ നിങ്ങളുടെ ഫോൾഡർ പേര് 25 റാവി എന്നൊക്കെയാണെന്ന് തോന്നുന്നു. റാവി എന്നുള്ള പേര് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫോൾഡറിൽ പോയി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അത് ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, QGIS വിൻഡോയിലേക്ക് പോവുക. ഇതിൽ നിന്ന് പോയിന്റ് ഫയൽ ഫസ്റ്റ് ആഡ് ചെയ്യുക. ഈ പോയിന്റ്സിന്റെ എല്ലാ ഫയലും CPG, DBF, PRJ, SSP ഒക്കെ എല്ലാം ഒന്നിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. ഒരു 3 ഫയൽ വരുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്ലോ ആണ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. എക്സ്പോർട്ട് സേവ് ഫീച്ചർ ആസ് ആ ഫീൽഡ് ഡേറ്റ ഫോൾഡറിലേക്ക് പോയാൽ മതി. പോയിന്റ്സ് എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇന്റർവെൻഷൻ എന്നോ ന്യൂ എന്നോ എന്തെങ്കിലും കൊടുക്കുന്നു. ന്യൂ കൊടുത്തു, സേവ്, ഓക്കെ കൊടുത്തു. പോയിന്റ്സ് ന്യൂ എന്ന് ഒരു ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത പോയിന്റ് ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ പോയിന്റ്സ് ന്യൂ വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം ഉണ്ടാവും. ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഡ്രെയിനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കാണിക്കാൻ ഞാനന്ന് ഫീൽഡ് പോയപ്പോൾ ചെയ്തതാണ്. പിന്നെ ഒരു ടെമ്പിൾ കണ്ട് അതും മാർക്ക് ചെയ്തു. അനദർ ഡ്രെയിൻ എന്ന് റോഡ് സൈഡിലൂടെ ഒരു ഡ്രെയിൻ ജോയിനിങ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ വേറെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവെൻഷന്റെ മാപ്പിൽ ഈ പോയിന്റ് ഡേറ്റ, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത പോയിന്റ് ഡേറ്റ കൂടെ എടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ടിൽ നിങ്ങൾ എന്താണോ കളക്ട് ചെയ്തത് എന്ന് എഴുതാം. അതുപോലെ തന്നെ കഡസ്ട്രി ഓവർലേ ചെയ്യുമ്പോൾ ഏത് സർവേ നമ്പറിലാണ് നിങ്ങൾ ഇത് കണ്ടത് അതുകൂടെ ഇത് ഡിഫറെന്റ് കളറിലൊക്കെ കാണിച്ച്, ഡിഫറെന്റ് കളറിൽ കാണിക്കാനൊക്കെ അറിയാമല്ലോ. കാറ്റഗറൈസേഷനിൽ പോയാൽ മതി. പോയിന്റ്സിൽ പോയിട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് കളറോ ഡിഫറെന്റ് സിമ്പലോ യൂസ് ചെയ്ത് നിങ്ങൾ കളക്ട് ചെയ്ത ഡേറ്റ അവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് പോയിന്റ് ഫയൽ ഇങ്ങനെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നിങ്ങൾ ലൈനായിട്ട് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ടാവും. അതെങ്ങനെ എടുക്കും നോക്കാം. ഈ റാർ ഫയലിനകത്ത് തന്നെ ഇനി നിങ്ങൾ ലൈൻ എന്നൊരു ഫയലായിരിക്കും ഉള്ളത്. പക്ഷെ ഞാൻ അന്ന് ഫീൽഡ് പോയപ്പോൾ ആദ്യ ദിവസം ഡ്രെയിൻ നോക്കി പോയപ്പോൾ ഞാൻ ഇതൊന്നും കൊണ്ടുപോയില്ല. ഡ്രെയിൻസ് സിംപ്ലി ആഡ് ചെയ്തിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഡ്രെയിനിന്റെ തുടക്കം കണ്ടപ്പോൾ ഞാൻ ഡ്രെയിനിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് സൂംഡ് ലെയർ കൊടുത്തതാണ്. ഇപ്പോൾ കിട്ടി. ഞാനന്ന് ഫീൽഡിൽ നിന്ന് വരച്ച ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഡ്രെയിനിന്റെ ഫയൽ ആയതുകൊണ്ടാണ് എല്ലാ ലൈനും കാണുന്നത്. ഞാൻ ആകെ പ്ലോട്ട് ചെയ്തത് ഈ ലൈനും മാത്രമാണ് ഞാനന്ന് വരച്ചത്. അപ്പോൾ ബാക്കിയൊക്കെ എൻ്റെ ഡ്രെയിനിന്റെ ഒറിജിനൽ ഫയലാണ്. അപ്പോൾ നിങ്ങൾ ഡ്രെയിൻ പുതിയത് കണ്ടുവെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റാവേ ഫോൾഡറിലുള്ള ഡ്രെയിനിനെ ഇതിലേക്ക് ആഡ് ചെയ്യണം.
നിങ്ങളുടെ ഫയലിന് ഒറിജിനൽ ഫയലിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ചേഞ്ച് ഒന്നും വരുത്തണ്ട, ഇത് മതി എന്നുള്ള അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഡ്രെയിൻസ് ആണ് കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡ്രെയിനിന്റെ ഫയൽ ആഡ് ചെയ്തിട്ട് ഇതിലൂടെ ഒന്ന് വരച്ചെടുത്താലും മതിയാകും. സ്ലോ ആണ്, ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ ഇതില് നമ്മുടെ റാവേ ഫോൾഡറിൽ പോയിട്ട് വെള്ളായണി 25 അതില് നിങ്ങൾക്ക് തന്ന ഡേറ്റ, നിങ്ങളുടെ ഡ്രെയിൻസ് ഡേ 3-ലാണുള്ളത് കറക്റ്റ്. അപ്പോൾ ഈ ഡ്രെയിൻസ് ആഡ് ചെയ്യുന്നു. അതിനൊരു വേറെ കളറിലൊന്ന് കൊടുക്കാം. എല്ലാം കൂടെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് കുറച്ച് തിക്നെസ് ഒക്കെ കൂട്ടി കൊടുത്തു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഞാൻ തന്ന ഡേറ്റ, ഈ ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പോൾ അതിലാണ് നമുക്ക് ഒരു ഡ്രെയിനൂടെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ എഡിറ്റിംഗ് മോഡിലാക്കണം. നമ്മുടെ ഡ്രെയിനിന്റെ ഫയലിനെ എഡിറ്റിംഗ് മോഡിലാക്കണം. ആക്കിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ള നിലയിൽ നല്ല വൃത്തിയായിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനൊന്ന് ക്ലിക്ക് ചെയ്യണം. ഏതാണോ സെലക്ട് ചെയ്യേണ്ട ആ ഫയലിനൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ കോപ്പി ഉണ്ട്, കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രെയിൻസ് ഏതിലേക്ക് ആഡ് ചെയ്യണോ ആ ഫയലിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ഷൻ ഉണ്ടാവണം, അതിൽ വർക്ക് നടക്കുള്ളൂ, അതിലേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഡ്രെയിനിന്റെ ഫയൽ അവിടെ കിട്ടി. ഇനി അത്ര വൃത്തിക്കല്ല നമ്മൾ വരച്ചിരിക്കുന്നത്, പക്ഷേ നമുക്ക് ഇതിലേക്ക് എടുക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഈ ഡ്രെയിനിന്റെ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ലൈൻ ഫീച്ചർ എന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത് അത്രയും വൃത്തിയല്ല എങ്കിൽ നമ്മൾ ഇതിലൂടെ ഒന്ന് വരച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഫീൽഡിൽ നിന്ന് കണ്ടെത്തിയ ഡ്രെയിൻ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങൾ തോടിന്റെ സൈഡിലൂടെ ഇങ്ങനെ ആയിരിക്കും ഒരു ലൈൻ വരച്ചിട്ട് വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു വര വരച്ചാണ് നിങ്ങൾ ഇതുവരെ സൈഡ് വാൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഫീൽഡ് ഡേറ്റ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫയലിലാണ് ഉള്ളത്, ഈ ലൈനിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ കുറെ വരകൾ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അതിനെല്ലാം ഷിഫ്റ്റിൽ പിടിച്ചോണ്ട്, അപ്പോൾ ഒരു ലൈനും കൂടെ ഞാൻ വരച്ച് കാണിക്കാം. നിങ്ങൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് ഉള്ള ലൈൻ ഞാൻ വരയ്ക്കണമെന്നല്ല പറയുന്നത്, നിങ്ങൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇന്റർവെൻഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഡ്രെയിൻ അല്ല, സൈഡ് വാൾ കൺസ്ട്രക്ഷനോ എന്തെങ്കിലും നിങ്ങൾ ഇന്റർവെൻഷൻ പറഞ്ഞതാണ്. അപ്പോൾ ആ രണ്ട് ലൈൻ ഒന്ന് സെലക്ട് ചെയ്യണം, ഷിഫ്റ്റിൽ പിടിച്ചുകൊണ്ട് അടുത്തവിടെ സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലെയറിൽ ആ സെയിം ലെയറിൽ സെലക്ഷൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതിനുശേഷം അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ഫീച്ചർ ആസ് കൊടുത്താൽ സൈഡ് വാൾ പ്രൊട്ടക്ഷൻ, സൈഡ് വാൾ എന്ന് കൊടുക്കാം. ഇത് നമുക്ക് ഇന്റർവെൻഷൻ മാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഡേറ്റ എടുക്കേണ്ടത്. നിങ്ങൾ എന്താണോ കൊണ്ടുവന്നത്, പോയിന്റ്സിനകത്ത് നിങ്ങൾ ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ആക്കി അറിയാം നിങ്ങൾ എന്തൊക്കെ. കുറച്ച് പ്ലേസ് നെയിം എടുത്തെങ്കിൽ ആ പ്ലേസ് നെയിം മാത്രം ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കുഴിവിള ടെമ്പിൾ എന്ന് മാർക്ക് ചെയ്ത് ടെമ്പിൾ എന്ന് അത് മാത്രമാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യാം നമുക്ക് ടെമ്പിൾ.
എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാപ്പിൽ ടെമ്പിൾ ഇവിടെ ഇട്ട് കാണിക്കാം. അസറ്റ് മാപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ടെമ്പിൾ എന്നും പറഞ്ഞിട്ട് ഇതിനെ കാണിക്കാം. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എക്സ്പോർട്ട് ചെയ്തു. സേവ് സെലക്റ്റഡ് ഫീച്ചേഴ്സ് ആണ് കൊടുക്കാനുള്ളത്. പക്ഷെ ഞാൻ ചെയ്തത് അങ്ങനെയല്ല. അതുകൊണ്ട് ഒന്നുകൂടെ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ടെമ്പിൾ ഇരിപ്പുണ്ട്. അതിന്റെ ലേബലൂടെ കാണിക്കുമ്പോൾ മാപ്പിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ടെമ്പിൾ നമ്മൾ ഫീൽഡിൽ നിന്ന് എടുത്തത് അവിടെ കാണിക്കാൻ പറ്റും. കുഴുവിള ടെമ്പിൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ എല്ലാത്തിനും സേവ് എഡിറ്റ്സ് കൊടുക്കാം. എഡിറ്റ് ചെയ്തൊക്കെ സേവ് ചെയ്യാം. ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് എടുത്ത ഡേറ്റ ഇതിലേക്ക് മാപ്പിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം, പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ.